ഇടുക്കി ചൊക്രമുടിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. സബ് കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അതിക്രമിച്ചു കയറിയവർക്കെതിരെ രാജാക്കാട് പോലീസ് ക്രിമിനൽ കേസെടുത്തത്. ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, എന്തായിരുന്നു സംഭവം? ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിവാദ ഭൂമി ചൊക്രമുടിയിലെ മലനിരകളിലുള്ള കയ്യേറ്റ ഭൂമിയിൽ ചിലർ അതിക്രമിച്ചു കയറുകയും അവിടെ കാട് വെട്ടിത്തെളിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന നീലക്കുറിഞ്ഞി ഉൾപ്പെടെയുള്ള സസ്യങ്ങൾ വെട്ടിമാറ്റപ്പെടുകയും ചെയ്തിരുന്നു. ഇത് അവിടെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ ചൊക്രമുടി സംരക്ഷണ സമിതിയും അവിടേക്ക് എത്തുകയും ഇത് തടയുകയും ചെയ്തിരുന്നു. ഇത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ എത്തി, രാജാക്കാട് പോലീസാണ് അവിടെ എത്തിയത്. രാജാക്കാട് പോലീസ് അവിടെ എത്തി അവരെ തടഞ്ഞ് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ചൊക്രമുടി സംരക്ഷണ സമിതി ദേവികുളം സബ് കളക്ടറെ ഈ വിവരം അറിയിക്കുകയും ഈ സബ് കളക്ടറോട് റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിലും പക്ഷേ അവിടെ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എത്തിയില്ല. അത് വലിയ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ ഇത്തരത്തിലുള്ള ഉത്തരവിട്ടത്. ഈ അവിടെ അതിക്രമിച്ച് കയറിയവർക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശമാണ് നടത്തിയത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി രാജാക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവിടെ അതിക്രമിച്ച് കയറിയത് നേരത്തെ ഈ ഭൂമി കയ്യേറ്റം നടത്തിയ അടിമാലി സ്വദേശിയായ ആളുടെ തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് കേസെടുക്കാൻ ഇപ്പോൾ FIR ഇട്ടിട്ടുള്ളത്. ഈ FIR-ൽ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു കേസാണ്, അത്തരത്തിലുള്ള വകുപ്പുകളാണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വളരെ സംരക്ഷിതമായ ഒരു മലനിരകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമപ്രകാരമുള്ള കേസാണ്, ദുരന്ത നിവാരണ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് എടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രാജാക്കാട് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. ശരി, ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.